ശ്രീനാരായണ പരമഗുരവേ നമഃ. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, ഇന്ന് പഠിക്കാൻ പോകുന്നത് ആത്മോപദേശ ശതകം കൃതിയിലെ 31ാമത് ശ്ലോകമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാതനുമിതിയില്ലിതു മുന്നമക്ഷിയാലേ അനുഭവിയാതതുകൊണ്ടു ധർമ്മിയുണ്ടെന്നനുമിതിയാലറിവീലറിഞ്ഞിടേണം. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാതനുമിതിയില്ലിതു മുന്നമക്ഷിയാലേ അനുഭവിയാതതുകൊണ്ടു ധർമ്മിയുണ്ടെന്നനുമിതിയാലറിവീലറിഞ്ഞിടേണം. ജീവിതത്തിൽ നാം നേരിട്ട് അനുഭവിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവ സത്യങ്ങളാണ്, നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. ആ അനുഭവം സത്യമായ കാര്യങ്ങളാണ്. കാരണം നാം അനുഭവിക്കുന്നു, നാം അനുഭവിച്ചറിയുന്നതൊക്കെ സത്യമാണ്. ആ അനുഭവം മറ്റൊരാളോട് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക്, നമ്മുടെ ജീവിത അനുഭവങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് ആ അനുഭവം അല്ലെങ്കിൽ ആ അറിവ് മുൻപ് ഉണ്ടായിട്ടില്ല എങ്കിൽ അയാൾ അനുഭവസ്ഥനായ ആളോട് ധരിപ്പിച്ച കാര്യത്തെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാം. ശരിയല്ലേ? ഒരാൾ അനുഭവിച്ച കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ധരിപ്പിച്ച ആളോട്, ജീവിത അനുഭവങ്ങൾ മറ്റൊരാളോട് ധരിപ്പിച്ചപ്പോൾ അത് കേട്ട ആൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ സംശയം ഉണ്ടാകാം. കാരണം അയാൾ ഈ അറിവ് ആദ്യമായി കേൾക്കുകയാണ്. അയാൾക്ക് ഇങ്ങനെ ഒരു അറിവ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ കേട്ട അറിവ് വിശദമായി പറഞ്ഞു തരാൻ അയാൾ ആവശ്യപ്പെടുകയില്ലായിരുന്നു. പക്ഷെ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾക്ക്. ഒരു ജീവിയെക്കുറിച്ചാണ് കേൾക്കുന്നതെങ്കിൽ ആ ജീവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ജീവിയുടെ രൂപം അയാളുടെ മനസ്സിൽ തെളിയും. ഈ ഒരു അവസ്ഥയാണ് പ്രതിഭ എന്ന് പറയുന്നത്. അതായത് സങ്കല്പത്തിലൂടെ മനസ്സിനുണ്ടാകുന്ന പ്രതിഭ. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധസത്യമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു ശക്തി എല്ലാറ്റിൻ്റെയും പിന്നിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. പുക കാണുമ്പോൾ അവിടെ അഗ്നിയുണ്ട് എന്നറിയുന്നത് ഏതൊരാൾക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. പുകയെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും ഉള്ള ധാരണ കൊണ്ടാണ്
ഇങ്ങനെ അനുമാനിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് അനുമിതി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ പ്രപഞ്ചമാകുന്ന ധർമ്മത്തിനും ബോധമാകുന്ന ധർമ്മിക്കും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കും. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഈ ഒരു കഴിവില്ല. എന്നാൽ പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യരൂപങ്ങളെ സൃഷ്ടിക്കുന്ന ഈശ്വര സ്വരൂപത്തെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കും. ആനന്ദസ്വരൂപമായ ഈശ്വര സ്വരൂപത്തെ തിരിച്ചറിയുന്നവൻ അവനാണ് ജ്ഞാനി. ജഡസ്വരൂപമായ ഈ പ്രപഞ്ചം ജഡമായിരിക്കുന്ന ആരോ ആണ് സൃഷ്ടിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നാം അറിയണം. അങ്ങനെയാണ് ഭൗതികവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനസ്സിനെ അടക്കുന്നവർക്ക് മാത്രമാണ് ആനന്ദബോധ സ്വരൂപമായ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിനെ അടക്കണം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈശ്വര അല്ലെങ്കിൽ ആനന്ദസ്വരൂപമായ ആനന്ദബോധ സ്വരൂപമായ ഈശ്വരനെ അറിയാൻ സാധിക്കുന്നത്. അനുഭവിച്ചറിയണം. അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിത് ഘനമിത് മൗന ഘനാമൃതാബ്ധിയാകും എന്ന് മഹാഗുരു പറഞ്ഞിരിക്കുന്നത് നാം ഈ അവസരത്തിൽ ഓർക്കുക.